ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു സഞ്ജു ചെന്നൈയിലെത്തിയത്. പക്ഷേ ആദ്യ 3 മത്സരം കഴിഞ്ഞപ്പോൾ സഞ്ജുവും CSKയും ആരാധകരെ നിരാശപ്പെടുത്തി. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കാനിറങ്ങിയ സഞ്ജുവിന് ഇതുവരെ നടന്ന 3 മത്സരങ്ങളിലും 2 അക്കം പോലും കടക്കാൻ പറ്റിയിട്ടില്ല എന്നത് നിരാശ തന്നെയായിരുന്നു. സഞ്ജു ഔട്ടാകുന്നത് കണ്ട് സഹിക്കാനാവാതെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു കുട്ടി ആരാധകന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. സഞ്ജു സാംസൺ തോറ്റു എന്ന് പറഞ്ഞ് ആ കൊച്ചുമിടുക്കൻ വിങ്ങിക്കരയുകയാണ്. അടുത്ത കളിയിൽ സഞ്ജു തിരിച്ചു വരുമെന്നും വിക്കറ്റ് കീപ്പറായി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും നല്ല റൺസുകൾ അടിക്കും എന്നൊക്കെ അമ്മ എത്ര തവണ പറഞ്ഞിട്ടും ആ കുട്ടിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. എന്നാൽ ഇന്ന് ആ കുട്ടിക്ക് സന്തോഷിക്കാം, ആർമാദിക്കാം. അതുപോലെ തന്നെ ചെന്നൈ ആരാധകർക്കും മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്കും. അതെ, അവൻ തിരിച്ചു വന്നിരിക്കുന്നു. അതെ, സഞ്ജു ഈസ് ബാക്ക്. അതും ഒരു കിടിലൻ സെഞ്ചുറി അടിച്ചുകൊണ്ട് തന്നെ. ഇന്ത്യയെ ഒറ്റയാൻ പോരാട്ടത്തിലൂടെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച ആ ഹീറോ പരിവേഷം. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി കിരീടം ചൂടി സഞ്ജു സാംസൺ എന്ന അതുല്യ പ്രതിഭയെ ലോകം മുഴുവൻ വാഴ്ത്തപ്പെട്ടതാണ്. എന്നാൽ IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ആ മഞ്ഞക്കുപ്പായത്തിൽ ഇറങ്ങിയപ്പോൾ കാര്യങ്ങളത്ര ശുഭകരമായിരുന്നില്ല. ആദ്യ 3 മത്സരങ്ങളിലും സിംഗിൾ ഡിജിറ്റലായിരുന്നു. 6, 7, 9 എന്നിങ്ങനെ സ്കോറിന് പുറത്തായപ്പോൾ വിമർശകർക്കത് ആഘോഷമായി. ട്രോളുകൾ മഴ പോലെ പെയ്തു തുടങ്ങി. പലരും അയാളെ പരിഹസിച്ചു. ലോകകപ്പ് ഹീറോക്ക് ഇതെന്ത് പറ്റിയെന്ന് പലരും ചോദിച്ചു. പക്ഷേ സഞ്ജു സാംസൺ എന്ന പോരാളിയെ അവർക്കറിയില്ലായിരുന്നു. വീഴുന്നിടത്തു നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ അതിശക്തമായി ഉയർത്തെഴുന്നേൽക്കുന്നതാണ് സഞ്ജുവിൻ്റെ ശീലം. ലോകകപ്പിൽ നമ്മളത് കണ്ടതാണ്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഇന്ന് ചെപ്പോക്കിൽ അയാൾ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ആ കണ്ണുകളിൽ ഒരു തീപ്പൊരിയുണ്ടായിരുന്നു. ലുങ്കി എങ്കിഡിയും അക്സർ പട്ടേലും അടങ്ങുന്ന കരുത്തുറ്റ ബൗളിംഗ് നിരയെ നേരിടാൻ ഒരു ചാമ്പ്യന്റെ മനസ്സോടെയാണ് അവൻ ക്രീസിലെത്തിയത്. അതെ, വിമർശകരുടെ വായടിപ്പിച്ചുകൊണ്ട് മഞ്ഞപ്പടയുടെ സ്വന്തം സഞ്ജു സാംസൺ തൻ്റെ IPL സെഞ്ചുറി കുറിച്ചിരിക്കുകയാണ്. ഈ ഇന്നിങ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അയാളുടെ പക്വതയും ടെമ്പർമെന്റും തന്നെയായിരുന്നു. തുടക്കത്തിൽ തന്നെ സിക്സറുകൾക്ക് ശ്രമിച്ച് വിക്കറ്റ് കളയാൻ സഞ്ജു തയ്യാറല്ലായിരുന്നു. വളരെ ശാന്തനായി എന്നാൽ അപകടകാരിയായി അയാൾ ബാറ്റ് വീശി. സ്കോർ ബോർഡിൽ അയാൾ 60 റൺസ് പിന്നിടുമ്പോൾ അക്കൗണ്ടിൽ 11 ഗംഭീരൻ 4കളുണ്ടായിരുന്നു. പക്ഷേ ഒരു സിക്സർ പോലുമില്ലായിരുന്നു. അത് സഞ്ജുവിൻ്റെ ക്ലാസിൻ്റെയും ഗെയിം റീഡിങ്ങിൻ്റെയും അടയാളമാണ്. ബൗളർമാരെ ഒരു വശത്ത് തകർക്കുമ്പോഴും മറുവശത്ത് കൂളായി നിൽക്കാൻ സഞ്ജുവിന് സാധിച്ചു. ഒടുവിൽ 56 പന്തുകളിൽ നിന്ന് 115 റൺസോടെ ഡൽഹി ബൗളർമാരെ അവൻ ഛിന്നഭിന്നമാക്കി. പരിഹസിച്ചവർക്കുള്ള മറുപടി വാക്കുകളിലല്ല, ബാറ്റിലൂടെയാണ് സഞ്ജു നൽകിയത്. തുടർച്ചയായ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തൻ്റെ ടീമിന് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അവൻ തൻ്റെ വിശ്വരൂപം പുറത്തെടുത്തു. ഈ സെഞ്ചുറി വെറുമൊരു സ്കോറല്ല, അത് സഞ്ജു സാംസൺ എന്ന പോരാളിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾക്ക് ഈ ഇന്നിങ്സ് ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. ഹെയ്റ്റേഴ്സ് എന്തു തന്നെ പറഞ്ഞാലും സഞ്ജു സാംസൺ എന്ന രാജാവ് തിരിച്ചു വരും. ആദ്യ കളിയിൽ രാജസ്ഥാനെതിരെ വെറും 6 റൺസിനും 2ാമത്തെ കളിയിൽ പഞ്ചാബിനെതിരെ 7 റൺസിനും ബാംഗ്ലൂരിനെതിരെ 9 റൺസിനുമാണ് സഞ്ജു പുറത്തായത്. ആകെ 3 കളികളിൽ നിന്ന് 22 റൺസ് മാത്രമാണ് അയാൾ അടിച്ചത്. T20 ലോകകപ്പിൽ സൂപ്പർ 8ലും സെമിയിലും ഫൈനലിലും തുടർച്ചയായി അർദ്ധ സെഞ്ചുറികൾ നേടി മാൻ ഓഫ് ദ ടൂർണമെൻ്റ് ഒക്കായ സഞ്ജുവിൽ നിന്ന് ഇതല്ല ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്നയാൾ തിരിച്ചു വന്നിരിക്കുന്നു. എങ്ങനെ തിരിച്ചു വരാതിരിക്കും? ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാവരും അവനെ വിമർശിച്ച സമയത്ത് ഇന്ത്യക്ക് വേണ്ടി ആ കപ്പ് എടുത്തു കൊടുക്കാൻ അയാൾ ഒരു തിരിച്ചുവരവ് നടത്തിയില്ലേ? ഒടുവിൽ പ്ലെയർ ഓഫ് ദ മാച്ചുമായില്ലേ? അങ്ങനെ തിരിച്ചു വന്ന ഒരാൾക്ക് ഇതൊക്കെ എങ്ങനെ സാധ്യമാക്കാതിരിക്കും? അതെ, ഇന്ന് ആ മഞ്ഞ ജേഴ്സിയിലും അയാൾ തിരിച്ചു വന്നിരിക്കുന്നു. 18 കോടിക്ക് സ്വന്തമാക്കിയതല്ലേ? റൺസ് എവിടെയെന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത്രമാത്രം അവിസ്മരണീയമായ ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു സാംസൺ ഡൽഹിക്കെതിരായ മത്സരത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. കേവലം കണ്ണും പൂട്ടിയടി എന്നതിനപ്പുറത്തേക്ക് ക്ലാസ് ഷോട്ടുകൾ കൊണ്ട് ഡൽഹി ബൗളർമാരെ പഞ്ഞിക്കിടാൻ സഞ്ജുവിന് സാധിച്ചിരിക്കുകയാണ്.
തനിക്കെതിരെ വന്ന വിമർശനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഇന്നിംഗ്സ് തന്നെയാണ് മത്സരത്തിൽ ഈ മലയാളി പയ്യൻ കാഴ്ചവെച്ചത്. കേവലം 3 മത്സരങ്ങൾ കൊണ്ട് തന്നെ വിലയിരുത്തരുത് എന്ന് ചെന്നൈ ആരാധകരോടും സഞ്ജു ഇതോടെ തുറന്നു പറയുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും സഞ്ജുവിൽ നിന്ന് ഇത്തരത്തിലുള്ള മികച്ച പ്രകടനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നെയാണ്. ഫോമില്ലായ്മയുടെ ലാഞ്ചന പോലും പ്രകടമാക്കാതെ ഫോമിലേക്ക് അയാൾ മടങ്ങിയെത്തുന്നു. എലഗന്റായ സ്ട്രോക്കുകൾ കൊണ്ട് അലങ്കരിച്ച തകർപ്പൻ ഇന്നിംഗ്സ്, അതിവേഗം ട്രാക്കിൽ കയറിയ കരുത്തുറ്റ ഷോട്ടുകളാണ് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും വരുന്നത്. കൂടെ ഓഫ് സ്റ്റംപിന് പുറത്ത് ഡെഫ്റ്റ് ടച്ചുകളുമുണ്ട്. നടരാജൻ്റെ ഒരു സ്ലോവർ ഷോട്ട് പിച്ച് പന്ത് പിക്ക് ചെയ്തൊരു തകർപ്പൻ ഫുൾ. പന്ത് ഗാലറിയിലാണ്. നടരാജൻ അടുത്ത പന്തിൽ തന്നെ ലൈൻ ആൻഡ് ലെങ്ത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് സ്റ്റംപിന് പുറത്ത് വൈഡായി വരുന്നൊരു ഫുൾ പിച്ചഡ് പന്താണ്. അത് പ്രതീക്ഷിച്ച് നിൽക്കുന്നു എന്ന് മാത്രമല്ല, പോയിന്റിന് മുകളിലൂടെ മനോഹരമായത് പ്ലേസ് ചെയ്യുക കൂടെയാകുമ്പോൾ സഞ്ജുവിന് നേരെ എങ്ങനെ പന്തെറിയണമെന്ന് ഏത് ബൗളറെയും കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമാവുകയാണ്. കുൽദീപ് യാദവിനെതിരെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ ലോഫ്റ്റ് ചെയ്യുന്നൊരു സ്ട്രോക്ക് ഉണ്ടായിരുന്നു. അനുപമം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ അതിന് സാധിക്കൂ. ഒരു ടോപ്പ് ക്ലാസ് ബാറ്ററുടെ കാലിബർ മുഴുവൻ പ്രകടമാക്കിയ ഷോട്ടായിരുന്നു അത്. ചെന്നൈക്ക് വേണ്ടി ആദ്യത്തെ സെഞ്ചുറിയാണ് അയാൾ പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ 3 കളിയിൽ സഞ്ജു സാംസൺ വലിയ രീതിയിൽ സ്കോർ ചെയ്യാതെ ആയപ്പോൾ അതിനു മുമ്പത്തെ 3 ഇന്നിംഗ്സ് എല്ലാവരും മറന്നു. കളി ജയിച്ചില്ലെങ്കിൽ പുറത്തിയെന്ന സാഹചര്യത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒരു ഇന്നിംഗ്സ് മുഴുവൻ നിയന്ത്രിച്ച് നേടിയ ഒരു വിജയമുണ്ട്. ലോകകപ്പ് സെമി ഫൈനലും ഫൈനലിലും നേടിയ പൊന്നും വിലയുള്ള 2 അർദ്ധ സെഞ്ചുറി. ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ സീരീസ്. അപ്പോഴേക്ക് കൊച്ചുകളുടെ ബഹളമായി, ഉപദേശമായി, അതായി ഇതായി. ഒറ്റ കാര്യമേ എല്ലാവരും മറന്നുള്ളൂ, ഇത് സഞ്ജു സാംസൺ ആണ്. തിരിച്ചുവരവുകൾ ഇവിടെ ഒരു മഹാകാര്യമേ അല്ല. ചോദ്യത്തിനെല്ലാം ഉത്തരം എഴുതിയിട്ടുണ്ട് ഇന്ന് കളത്തിനുള്ളിൽ തന്നെ. ഒരു വശത്ത് ഋതുരാജ് ഗെയ്ക്വാഡ് താളം കണ്ടെത്താൻ വിഷമിച്ചപ്പോൾ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റേതോ പിച്ചിലാണെന്ന് തോന്നിച്ചിരുന്നു. ചെന്നൈ 40 റൺ 4 ഓവറിൽ നേടിയപ്പോൾ അതിൽ 30 റണ്ണും വന്നത് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നാണ്. അതും വെറും 12 പന്തിൽ. ഒപ്പം ആയുഷ് മാത്ര കൂടി വന്നപ്പോഴാണ് ചെന്നൈയുടെ സ്കോറിങ്ങിന് വേഗത കൂടാൻ തുടങ്ങിയത്. അവസാനം 18ാമത്തെ ഓവറിൻ്റെ 5ാം പന്തിൽ നേടിയ ഒരു ബൗണ്ടറിയോടെ സെഞ്ചുറി തികക്കുന്നു. ഈ IPLലെ ആദ്യ സെഞ്ചുറിയാണിത്. ചെന്നൈക്ക് വേണ്ടി സഞ്ജു സാംസന്റെ ആദ്യ സെഞ്ചുറിയാണിത്. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ കരിയർ സെഞ്ചുറിയാണിത്. അതും വെറും 56 പന്തുകളിൽ നിന്ന് 115 റൺ, 15 ബൗണ്ടറികളും 4 സിക്സറും. സഞ്ജു ഈ സെഞ്ചുറിയോടെ IPL ഓൾ ടൈം ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ 14ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്.